കേരള സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. CAA പ്രതിഷേധ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയാണോ കേസുകൾ പിൻവലിച്ചത് എന്നത് സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത്. നാളെ സർക്കാർ വിശദീകരണം നൽകുമെന്നാണ് വിവരം. സംസ്ഥാനത്ത് CAA പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. CAA വിഷയത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത ക്രിമിനൽ കേസ് പിൻവലിക്കണമെന്ന് മുസ്ലിം സംഘടനകൾ അടക്കമുള്ളവർ നിരന്തരം ആവശ്യമുയർത്തിയിരുന്നു. 835 കേസുകളിൽ ഗുരുതരമല്ലാത്ത 629 CAA വിരുദ്ധ പ്രതിഷേധ കേസുകൾ പിൻവലിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. താമരശ്ശേരി തേക്കുംതോട്ടം മൈലാടിപ്പാറ അബ്ബാസ് സഖാഫിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കുന്ദമംഗലം ചൂലാംവയലിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. ബൈക്ക് യാത്രയ്ക്കിടെ അബ്ബാസ് സഖാഫിക്ക് തലകറക്കം അനുഭവപ്പെടുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. സാരമായി പരിക്കേറ്റ സഖാഫിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് മുഖദാർ സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷമായി പൂനൂർ തേക്കുംതോട്ടിലാണ് താമസം. ദീർഘകാലം ലക്ഷദ്വീപിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എറണാകുളത്ത് വൻ മദ്യവേട്ട. വളപ്പ് കളരിക്കൽ വിഭീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 42.5 ലിറ്റർ മദ്യം പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി NS സലീഷിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗ്രീഷ്മ, നിജോഷ് എന്നിവരാണ് പിടിയിലായത്. RSS നേതാവിന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക ശേഖരം പിടികൂടി. 770 കിലോ സ്ഫോടക വസ്തുക്കളാണ് കൊളവല്ലൂർ പോലീസ് പിടികൂടിയത്. RSS പ്രാദേശിക നേതാവ് വടക്കയിൽ പ്രമോദ്, ബന്ധു ശാന്ത എന്നിവരുടെ വീടുകളിൽ നിന്നാണ് സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊളവല്ലൂർ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ഇവ അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതെന്നാണ് വിവരം. 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോൺഗ്രസ് 9ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ 2 സീറ്റിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു. പകരം പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രാജസ്ഥാനിലെ രാജസമന്ദിൽ സുദർശൻ റാവത്തിന് പകരം ദാമോദർ ഗുജ്ജർ സ്ഥാനാർത്ഥിയാകും. ഭിൽവാഡയിൽ മുൻ സ്പീക്കർ CP ജോഷി സ്ഥാനാർത്ഥിയാകും. ദിൽവാഡയിൽ ദാമോദർ ജോഷിയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി. ഇതോടെ ആകെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം 208 ആയി. ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടകയിലെ 3 മണ്ഡലങ്ങളിലേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബെല്ലാരി, ചാംരാജ്നഗർ, ചിക്കബെല്ലാപൂർ എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ബുധനാഴ്ച കോൺഗ്രസ് 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല.